ഇവിടെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ VC-മാർ അവർ ഭരണഘടനാ തത്വങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പുകൾക്കോ എതിരായിട്ട് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനേ സാധ്യമല്ല. VC-മാർ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാമോ പങ്കെടുക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണോ RSS സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത്? അങ്ങനെ ഒരു നിയമ നടപടി VC-മാർക്കെതിരെ എടുക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ചട്ടത്തിന് വിരുദ്ധമായിട്ടാണോ പങ്കെടുത്തത്? അങ്ങനെയല്ലല്ലോ. ഇതിനു മുമ്പ് പല VC-മാരും, ഇപ്പോൾ ഈ രവീന്ദ്രന്റെ കാര്യം പറഞ്ഞു. രവീന്ദ്രൻ ഒരു ഡൽഹിയിലെ CPM-ന്റെ ഒരു സമ്മേളനത്തിൽ കൊടിയും പിടിച്ച് നടക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് കണ്ണൂർ മുൻ VC രവീന്ദ്രൻ. ആരാണ് രവീന്ദ്രൻ? CPM-ന്റെ കണ്ണൂർ മുൻ VC. അപ്പം ഇതുപോലുള്ള VC-മാർ പല പരിപാടിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ RSS അംഗങ്ങൾക്ക് വേണ്ടി നടത്തിയൊരു പരിപാടിയല്ല. RSS-ന്റെ 100-ാം വർഷവും പ്രമാണിച്ച് രാജ്യത്തെമ്പാടും പല നഗരങ്ങളിലും RSS സർസംഘചാലക് പങ്കെടുക്കുന്ന ഇതുപോലുള്ള ടോക്കുകൾ, ആ ടോക്കിൽ RSS-നെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അതുപോലെ RSS-നെ കുറിച്ച് അറിയണം എന്ന് RSS ആഗ്രഹിക്കുന്ന ചില പ്രമുഖ വ്യക്തികൾ, അവരെയൊക്കെ ക്ഷണിച്ച് അങ്ങനെ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ RSS-കാരല്ലാത്ത ആളുകളാണെങ്കിലും ഭൂരിഭാഗവും വരിക. അങ്ങനെയുള്ള സദസ്സിലാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. അവരൊന്നും പങ്കെടുത്തവരൊന്നും മുഴുവൻ പേരും RSS-കാരാണെന്ന് പറയാൻ നിർത്തിയില്ല. അപ്പോൾ RSS-നെ കുറിച്ച്, RSS എന്താണ്? 100 വർഷം ഇന്ത്യയിൽ, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് അടക്കം 10-20 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രികളെ ശക്തമായിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ അവർ പോയി പങ്കെടുക്കുന്നു, അതിനെക്കുറിച്ച് അറിയുന്നു. അതിനെന്താ തെറ്റ്? അതൊരു തെറ്റുമില്ല. നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടും രണ്ടാണ്. പക്ഷേ ഈ കാര്യം ഇന്ന് ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹം കണ്ണൂർ വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചാർജിൽ പങ്കെടുത്ത ചിത്രങ്ങളടക്കം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പറയൂ. ഗോപിനാഥ് രവീന്ദ്രനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാത്തു, ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ഇപ്പോൾ റിജിൽ മാക്കുറ്റിയൊക്കെ RSS തീവ്രവാദ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു പശുക്കുട്ടിയുടെ കഴുത്ത് മറ്റേ പെരുവഴിയിൽ അറുക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ഭീകരതയും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു പശുക്കിടാവിനെ എന്താ പറയുക, RSS-നെ തോൽപ്പിക്കാൻ വേണ്ടി, RSS-നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു പശുക്കിടാവിനെ പരസ്യമായി പെരുവഴിയിൽ അറുക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഭീകരതയൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഈ റിജിൽ മാക്കുറ്റിയുടെ നേതാവുണ്ട്, പ്രമുഖനായൊരു നേതാവ്. അദ്ദേഹത്തിന്റെ പേര് പ്രണബ് കുമാർ മുഖർജി എന്നാണ്. അതേ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ്ഷിപ്പ് വിട്ട് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ RSS-ന്റെ നാഗപ്പൂർ പരിപാടിയിൽ പങ്കെടുത്തിയ ആളാണ്. ആ കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞായിട്ട് ഒരു വാർത്തയും ഇതുവരെ ഇല്ല നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1963 RSS-നെ ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിച്ചതാണ്. അതിനെക്കുറിച്ച് തർക്കിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന്റെ രേഖകളടക്കം സമർപ്പിക്കാൻ തയ്യാറാണ്. അതിന്റെ രേഖകളടക്കം. കാരണം കോൺഗ്രസ് നെഹ്റുവിന്റെ 100 വോള്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ആർക്കൈവ്സിന്റെ 100 വോള്യം. ജയറാം രമേശാണ് അതിന്റെ ട്രസ്റ്റി മെമ്പർ. നെഹ്റു മെമ്മോറിയൽ ഫണ്ടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ 80-ാമത്തെ വോള്യത്തിൽ സേവാദൾ വളണ്ടിയറുമായിട്ട് നെഹ്റു നടത്തിയ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ RSS-കാരെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതുകൊണ്ട് അതെടുത്ത് നോക്കിയാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തിന് കോൺഗ്രസ്സുകാരെ ഇടയ്ക്കിടയ്ക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അവരുടെ സൗകര്യം പോലെ വിളിക്കുന്നുണ്ടല്ലോ. ഡോക്ടർ ശ്രീ മഹാത്മാഗാന്ധിജി 2 തവണയാണ് RSS-ന്റെ പരിപാടി പങ്കെടുത്തത്. 1936-ലും 1947-ലും. 47 സെപ്റ്റംബർ 16-ാം തീയതി അദ്ദേഹം ഡൽഹിയിലെ RSS ശാഖയിൽ പങ്കെടുത്തിട്ട് പ്രസംഗിച്ചു. ഞാൻ പറയുന്നത്, അങ്ങനെ ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന കേളപ്പജി RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആരൊക്കെയാണ് RSS-ന്റെ പരിപാടിയിൽ പങ്കെടുക്കാത്തത്? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത്, രാഷ്ട്രത്തിന്റെ വൈഭവം ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം ശക്തമായിട്ട് RSS-നെ പിന്തുണയ്ക്കുകയും RSS-ന്റെ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് RSS ഭീകരവാദ സംഘടനയാണെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പറയാം. മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കാനും ജമാഅത്തെ ഇസ്ലാമിക്കും ജിഹാദികളുടെ കയ്യടി നേടാൻ വേണ്ടിയും RSS ഭീകരവാദ സംഘടനയാണെന്ന് പറയാം. അപ്പം ആ വധത്തിന് മുൻപുണ്ടായിരുന്ന RSS-നെ കുറിച്ചുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും അതിനുശേഷമുള്ള RSS-നെ കുറിച്ചുള്ള കാഴ്ചപ്പാടും രണ്ടാണ്. അപ്പോൾ ഗാന്ധിജി RSS-ന്റെ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് അതിന് മുൻപും ശേഷവും, അദ്ദേഹത്തിന് മുൻപും ശേഷവുമുള്ള കാഴ്ചപ്പാട് രണ്ടാണ്. 63-ലാണ് നെഹ്റു ക്ഷണിച്ചത്. ഞാൻ ഗാന്ധിജിയെ കുറിച്ചാണ് പറഞ്ഞത്. ഗാന്ധിവധത്തിന് ശേഷമാണ്. ഗാന്ധിവധത്തിന് ശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു RSS-നെ ഔദ്യോഗികമായി ക്ഷണിച്ചതെന്ന്. ഗാന്ധിയനായിട്ടുള്ള ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വലിയ ഗാന്ധിയൻ ജയപ്രകാശ് നാരായണനായിരുന്നു. RSS-ന്റെ നിരവധി പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിയനായിട്ടുള്ള കേളപ്പജി RSS-ന്റെ നിരവധി പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിയന്മാർക്കാർക്കും RSS-നോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു. ഈ നെഹ്റുവിയൻ താവഴിയിലൂടെ വന്നിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് RSS-നോട് ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് RSS-നെ പലവട്ടം അവർ നിരോധിച്ചു. ആ നിരോധനമൊക്കെ പുഷ്പം പോലെ കോടതിയിലെടുത്ത് ദൂരെ കളഞ്ഞു എടുത്ത്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ ഇർഫാൻ ഹബീബിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് കണ്ണൂർ നടന്നത്? കണ്ണൂർ ചരിത്ര കോൺഗ്രസ് എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം പറയാനുള്ള വേദിയായിരുന്നോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം CIA എന്തായിരുന്നു? ഇപ്പൊ CIA കുറിച്ച് എന്താ മിണ്ടാത്തത്? എന്തായിരുന്നു CIA? ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ചില്ലേ? ഇന്ത്യയിൽ നിന്നും ഓടിക്കാനാണ്, മുസ്ലിങ്ങളെ മുഴുവൻ നാട് കടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പറ്റിച്ചില്ലേ? എന്തായിരുന്നു CIA? ഇപ്പോ ബംഗ്ലാദേശി പൗരന്മാരായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? CIA ഇവിടെ നടപ്പാക്കില്ല. പിണറായി വിജയൻ പറഞ്ഞില്ലേ, എന്ത് മാങ്ങാത്തൂല ഇവിടെ നടന്നത്? എന്താണ്? ഇന്ത്യയുടെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. ആ CIA നിയമം ഇവിടെ നടപ്പിലുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ ഈ രാജ്യത്തെ നിയമം നിലനിൽക്കുന്നുണ്ട്. മാധു, ഇവിടെ CPM-ന്റെ പ്രതിനിധി കണ്ണൂർ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച്, ചരിത്ര കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ചരിത്ര കോൺഗ്രസ് എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയം പറയാനുള്ള കോൺഗ്രസ് ആയിരുന്നോ? അല്ലല്ലോ.
അവിടെ ഗവർണർ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ ശ്രമിച്ചേ. അതിപ്പോഴും വീഡിയോ ഉണ്ടല്ലോ. ഇവര് ഇതൊന്നും സമ്മതിക്കില്ല. കാരണം ഇവർ ഇപ്പൊ തോറ്റത് പോലും സമ്മതിക്കാത്ത പാർട്ടിയാ. എന്തിനാ അസംബ്ലി നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ അടിച്ചു പൊളിച്ചത് നാളെ വരെ സമ്മതിച്ചിട്ടില്ല. കോടതി പറഞ്ഞത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാ കോടതി ഇവർ കൊടുത്ത മൊഴി. ഗൺമാനെ തല്ലിയപ്പോഴും ഇതേ കാര്യം പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞേ. പിണറായി വിജയൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. നാട് മുഴുവൻ ആ വീഡിയോ പ്രചരിച്ചപ്പോഴും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നിട്ട് CPM പ്രതിനിധി ഇർഫാൻ ഹബീബിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ കള്ളത്തരം നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. അല്ല, ഇവിടെ നമ്മുടെ നാട്ടില് ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന സമയത്ത് അദ്ദേഹം പിണറായി വിജയൻ ഒരു കത്ത് എഴുതുകയുണ്ടായി, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം, നിങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. പല അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു കത്ത് എഴുതുകയും പിണറായി വിജയൻ തിരിച്ച് അല്ല അങ്ങ് തന്നെ തുടരണം എന്ന് പറയുകയും ചെയ്തതായിട്ട് ഒരു വാർത്ത അന്ന് വന്നിരുന്നു. മാധുവിന് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ചർച്ച ചെയ്തതാണ് നമ്മൾ. ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം എവിടെ വെച്ചിട്ടാണ് ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങുന്നത്? അതായത് ഇടതുപക്ഷ ആശയത്തിനനുസരിച്ച് ക്യാമ്പസുകൾ ചലിച്ചാൽ അത് ശരിയായിട്ടുള്ള രീതി, അതിന് വിരുദ്ധമായിട്ട് അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയം വന്നാൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിനോട് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. നമ്മുടെ നാട്ടിൽ KN പണിക്കർ എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം വെറും ചരിത്രകാരൻ മാത്രമായിരുന്നല്ലോ. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ കൂലിയെഴുത്തുകാരനായിരുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി ചരിത്രം രചിക്കുന്ന ആളായിരുന്നു. ഇടതുപക്ഷ ആശയത്തിനനുസരിച്ച് ചരിത്രം ചമയ്ക്കുന്ന ആളായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഞങ്ങൾക്ക് സംശയമില്ല. രാജൻ ഗുരുക്കൾ ആരായിരുന്നു? രാജൻ ഗുരുക്കൾ ഇവരൊക്കെ ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമായിരുന്നു. അവരുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ VC-മാരുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനെ അവരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ഒരു അക്കാദമിഷ്യൻ എന്ന നിലയ്ക്ക് യോഗ്യതയില്ലാത്തവരാണ് VC-മാരെന്ന് അവർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അതേപോലെ ഞാൻ അവരുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനെയോ അവരുടെ അർഹതയോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവർക്കൊക്കെ വ്യക്തമായി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഡോക്ടർ ഇക്ബാലിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരി. എന്നാൽ അവരൊക്കെ ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിയുക്തം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പലപ്പോഴും ലേഖനങ്ങളുടെ ന്യായീകരിച്ചവരാ. എന്നാൽ ഇപ്പോഴത്തെ VC-മാര് RSSന്റെ ഹിന്ദുത്വ ആശയത്തെ ന്യായീകരിച്ചുകൊണ്ടോ പ്രസംഗിക്കുകയോ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അവര് RSSന്റെ സർസംഖ്യയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേൾക്കാൻ വന്നു എന്ന തെറ്റൊഴിച്ചാൽ അവരെന്താ ചെയ്തത്? എന്തിനാണ് ഇത്ര വേവലാതി? അപ്പോൾ ഇവരുടെ തിട്ടൂര് ഇവർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നേരത്തെ മാധു പറഞ്ഞു, അതായത് ആരാണ് RSSനെ കൂടുതൽ എതിർക്കുന്നുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. ആരെ സന്തോഷിപ്പിക്കാനാണ് മാധു? അത് ആരെ സന്തോഷിപ്പിക്കാനാ? ഇവര് ഈ 1980-കൾക്ക് ശേഷമാണ് ഇവരുടെ RSS വിരോധം. രാഷ്ട്രീയമാണ് അത്. അവർ ഒളിച്ചു വെച്ചിട്ടുള്ളതൊന്നുമല്ല. അത് അവരുടെ രാഷ്ട്രീയവും അവരുടെ രാഷ്ട്രീയ രീതിയും രാഷ്ട്രീയ ശരിയുമാണ്. അല്ല, അതെ, ആ മാധു അവിടെയാണ്. അതെ, ആ കാപട്യം എന്നു മുതലാ തുടങ്ങിയെന്നറിയോ? 1980-കൾക്ക് ശേഷമാണ്. ഈ 80-കൾക്ക് മുൻപുള്ള CPM-ന്റെ നിലപാട് എന്തായിരുന്നു? LK അദ്വാനി പങ്കെടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം, അത് T ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് LK അദ്വാനി ആയിരുന്നു പാലക്കാട്. ഓർമ്മയില്ലേ? ആ ചരിത്രം ഓർമ്മയില്ലേ? സംയുക്ത വിധായകളിൽ CPM-ഉം CPI-യും ചേർന്നുകൊണ്ട് ഉത്തർപ്രദേശ് ഭരിച്ചത് ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണ്. എന്താ ഓർമ്മയില്ലേ അതൊന്നും? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ RSS വിരോധം പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ വലിയ ശക്തമായ എന്ന ഒരു വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുമൊക്കെ ഈ അദ്വാനിയുടെ അടക്കം സന്ദർശനവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണവും ഒക്കെ വലിയ ചർച്ചയായിരുന്നു. അതൊക്കെ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല കാലഘട്ടം ഏതാണ്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലമാണ്. അപ്പോൾ സ്വാഭാവികമായും യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. തുടങ്ങിയതൊക്കെ ഉണ്ട്. അല്ല, യൂണിറ്റി എന്തിന്റെ പേരിലായാലും ചില അപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണല്ലോ ഓരോ അലയൻസും രൂപപ്പെടുന്നത്. അപ്പൊ അന്ന് അലയൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ശക്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഒരു സമുദായത്തിന്. ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കണം. അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള ആൾ മുഖ്യമന്ത്രി ആവണം. അവർ തീരുമാനിക്കും ആര് മുഖ്യമന്ത്രി ആവണം. അവർ തീരുമാനിക്കും ആര് ഫിഷറീസ് വകുപ്പ് ആർക്ക് കൊടുക്കണം. ഇതൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടതല്ലേ ഈ കഴിഞ്ഞ കാലത്ത്? ഈ കഴിഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത സമയത്ത്. അപ്പോൾ ഒരു വിഭാഗത്തിന്റെ വർഗീയ താല്പര്യത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ട് RSSനെ ആരാണ് ശക്തമായി അടിക്കുന്നത്? CPM-ന്റെയും വിലയിരുത്തൽ അതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവന ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി. അപ്പൊ ആ മുസ്ലിം കൺസോൾട്ടേഷൻ തിരിച്ചു പിടിക്കണം. അതിനെന്ത് ചെയ്യണം? RSSനെ ശക്തമായിട്ട് എതിർക്കണം.